സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരുപാട് കേട്ട പേരാണ് സെബി. 1988 ഗവൺമെന്റ് തീരുമാനപ്രകാരം സ്ഥാപിതമായതാണ് സെബി. നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുവാനും സ്റ്റോക്ക് മാർക്കറ്റിന്റെ വികസനം പ്രോത്സാഹിപ്പിക്കുവാനും സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുവാനും വേണ്ടിയാണ് സെബി സ്ഥാപിതമായത്. എന്നാൽ ചില സംഭവ വികാസങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുവാനുള്ള കാര്യശേഷി സെബിക്കില്ലെന്ന് തെളിയിക്കുകയായിരുന്നു. അതോടെയാണ് സെബിക്ക് നിയമപരമായ ഒരു പദവി പ്രദാനം ചെയ്യേണ്ടത് ഒരാവശ്യമായി തീർന്നു. അങ്ങനെ 1992 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം സെബി ഒരു നിയമാധിഷ്ഠിത സ്ഥാപനമായി മാറുകയായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന ഒരു ചെയർമാനും 5 അംഗങ്ങളും അടങ്ങിയതാണ് ഡയറക്ടർ ബോർഡ്. എന്നാൽ സെബിയുടെ മേധാവിക്കെതിരെ ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉയർന്നു കേൾക്കുന്നത്. ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സെബി മേധാവിയായ മാധവി പുരി ബുച്ച് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അദാനിക്കെതിരായ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുകയാണ് സെബി മേധാവിയായ മാധവി. സെബിയുടെ വിശ്വാസ്യത തകർന്നതായി രാഹുൽ ഗാന്ധിയും പറഞ്ഞിരുന്നു. മാധവി പുരി ബുച്ച് സെബിയുടെ ചെയർപേഴ്സണായി വരുന്നത് 2022 മാർച്ചിലാണ്. കഴിഞ്ഞ മാസത്തോടെ അവരുടെ കാലാവധി പൂർത്തിയാവുകയും ചെയ്തു. എന്നാൽ അവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്പെഷ്യൽ കോർട്ട് പുറപ്പെടുവിക്കുമ്പോൾ അതിന് സ്റ്റേ കൊടുത്തിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് 4 ആഴ്ചകൾക്കുള്ളിൽ അതിന് കൗണ്ടർ പെറ്റീഷൻ ഫയൽ ചെയ്യുവാനാണ്. എന്നാൽ ഇതിനെ പ്രതിപക്ഷം കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. ജുഡീഷ്യറിയെ ഇവർ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് പ്രതിപക്ഷം ഈ നീക്കങ്ങളെ കാണുന്നത്. ഈ വിഷയം ലോക്സഭയിൽ കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തന്നെയാണ്. സെബി ചെയർപേഴ്സൺ വലിയ തോതിൽ അഴിമതി കാണിച്ചിരിക്കുന്നു എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വിദേശ ഫണ്ടുകൾ ധാരാളം ലഭിച്ചതായുള്ള കാര്യങ്ങൾ ബിജെപിയുടെ നേതാക്കൾ തന്നെ സൂചിപ്പിച്ചതായും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു പറഞ്ഞു. 7000 കോടിയിലധികം രൂപ ധനസമാഹരണം ബിജെപി നടത്തിയതായി പറയുന്നു. ഇതിൽ ഇലക്ടറൽ ബോണ്ട് വഴിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഫണ്ടുകൾ ബിജെപി നേടിയെടുത്തത്. ആ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട നടപടിയാണ് സുപ്രീം കോടതി മരവിപ്പിച്ചത്. ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള സെബി മേധാവിക്ക് അല്പം ആശ്വാസം നൽകുന്ന ഒന്നാണെങ്കിലും അവർക്കെതിരെയുള്ള അഴിമതി ആരോപണം നിലനിൽക്കുക തന്നെ ചെയ്യുന്നതാണ്. സെബി മേധാവി ഉൾപ്പെട്ട തട്ടിപ്പ് കേസുകൾ, അതായത് നിഴൽ കമ്പനികളിൽ നിക്ഷേപം നടത്തി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി ചെയ്യുന്ന നടപടികൾക്കെതിരെ കോൺഗ്രസ് നിയമ പോരാട്ടത്തിലാണ്. ഈ കേസിൽ കക്ഷി ചേരാൻ കോൺഗ്രസ് തീരുമാനിച്ചതോടെ സെബി മേധാവിയുടെ ഭാവി ത്രിശങ്കുവിൽ തന്നെയായിരുന്നു.